നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദില്ലിയിൽ നടന്ന സമരത്തിൽ പ്രതിസന്ധിയിലായത് രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ്. അമിത്ഷായ്ക്ക് സംഭവിച്ച ഒരു തന്ത്രപരമായ പിഴവാണ് വൻ ഇൻ്റലിജൻസ് വീഴ്ചയ്ക്ക് കാരണമായത്. ദില്ലി പോലീസിൽ അമിത്ഷാ നടത്തിയ അഴിച്ചുപണിയാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ഈ മാസം 17-നായിരുന്നു അഴിച്ചുപണി. ദില്ലി പോലീസ് കമ്മീഷണറായിരുന്ന സതീഷ് ഗോൾച്ചയെ മാറ്റി വിശ്വസ്തനായ അനുരാഗ് കുമാറിനെ പകരം കൊണ്ടുവന്നു. അനുരാഗ് ഇൻ്റലിജൻസിൽ മാത്രം പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനായിരുന്നു. ഇതാണ് പാളിയത്. അദ്ദേഹത്തിന് ദില്ലിയിലെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലായില്ല. അനുഭവ സമ്പത്തിൻ്റെ കുറവാണ് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ദില്ലി പോലീസിനെ മാറ്റി നിർത്തി ഉന്നതർ സമരത്തിന് വീര്യം വർദ്ധിപ്പിച്ചു എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ആണി തറച്ച ലാത്തി ഉപയോഗിച്ചാണ് ദില്ലി പോലീസ് സമരക്കാരെ നേരിട്ടത്. കുട്ടികളെ തല്ലാൻ നിയോഗിക്കപ്പെടുന്നവർ പോലീസുകാരായിരുന്നില്ല. തല്ലിച്ചതയ്ക്കുമ്പോൾ ദില്ലി പോലീസ് മാറി നിൽക്കുകയായിരുന്നു. പുതിയ കമ്മീഷണറുടെ ഗുണ്ടകളാണ് കുട്ടികളെ ആക്രമിച്ചത്. മഫ്തിയിലെത്തിയവർ കുട്ടികളെ ആക്രമിക്കുന്ന ചിത്രങ്ങൾ രാജ്യത്തുടനീളം പ്രചരിക്കുന്നു. ഇതാണ് പ്രധാനമന്ത്രിക്ക് വെല്ലുവിളിയായത്. തന്ത്രപൂർവം ഒതുക്കേണ്ട സമരത്തെ പുതിയ ദില്ലി കമ്മീഷണർ കത്തിച്ചു എന്ന് തന്നെ പറയാം. ഇത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രിയുടെ രാജി ആവശ്യത്തിനെത്തി നിൽക്കുന്നു. കോൺഗ്രസ് നടത്തിയ മിന്നൽ സമരവും ഇൻ്റലിജൻസ് പാളിച്ചയുടെ ഉദാഹരണമായി മാറി. പ്രധാനമന്ത്രിക്ക് നേരിട്ട് കുട്ടികളോട് സംസാരിക്കേണ്ടി വന്നത് ഈ സാഹചര്യത്തിലാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള 2 സുപ്രധാന സമരങ്ങളും കോൺഗ്രസ് നടത്തിയത് കേന്ദ്ര സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളടക്കം പരാജയപ്പെട്ട രഹസ്യ നീക്കത്തിലൂടെയാണ്. ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണയെക്കുറിച്ച് ഇൻ്റലിജൻസിന് സൂചന പോലും ലഭിച്ചിരുന്നില്ല. വ്യാഴാഴ്ചത്തെ ഗാന്ധി സ്മൃതി മാർച്ചിനെക്കുറിച്ച് അറിഞ്ഞതാകട്ടെ അവസാന നിമിഷം മാത്രമാണ്. നീറ്റ് ചോദ്യക്കടലാസ് ചോർച്ചയിൽ തുടക്കം മുതൽ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും ക്രെഡിറ്റ് CJPയുടെ പാറ്റാ സമരം കൊണ്ടുപോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ രാഹുൽ തെരുവിലിറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. നീക്കങ്ങളുടെ ചുക്കാനേൽപ്പിച്ചത് ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയാണ്. തങ്ങൾ അവകാശങ്ങളുള്ള MP-മാരാണെന്നും തെരുവിലൊന്നിച്ചിറങ്ങിയാൽ സർക്കാർ ചൂടറിയുമെന്നും രാഹുൽ ഇന്ത്യ മുന്നണി നേതാക്കളെ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിയായ 7 ലോക് കല്യാൺ മാർഗിൽ സമരം തീരുമാനിച്ചത് രാഹുലും വേണുഗോപാലും ചേർന്നായിരുന്നു. ഇക്കാര്യം ഖാർഗെയുമായി ചർച്ച ചെയ്ത ശേഷം ഇന്ത്യ സഖ്യത്തിലെ MP-മാരെ വിളിക്കാൻ തീരുമാനിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ ഖാർഗെയുടെ വസതിയിലെത്താൻ കോൺഗ്രസ് MP-മാർക്കും സഖ്യകക്ഷികൾക്കും വേണുഗോപാൽ സന്ദേശം കൈമാറി. എന്നാൽ ഇന്ത്യ MP-മാരിലൂടെ വിവരം പുറത്തെറിഞ്ഞ് ആദ്യ സമരം തന്നെ പൊളിയുമോ എന്ന സംശയം ഉയർന്നതോടെ കോൺഗ്രസ് MP-മാർ മാത്രം മതി എന്ന തീരുമാനത്തിലെത്തി. സഖ്യകക്ഷി നേതാക്കൾക്ക് പരിപാടി റദ്ദാക്കിയതായി വീണ്ടും അറിയിപ്പ് നൽകി. ഖാർഗെയുടെ വസതിയിൽ ജന്മദിന കേക്ക് മുറിയുണ്ടാവുമെന്നായിരുന്നു കോൺഗ്രസ് MP-മാരടക്കം എല്ലാവരും കരുതിയത്. 3 മണിയോടെ ഖാർഗെയുടെ വീട്ടിൽ എല്ലാവരും എത്തിയ ശേഷമാണ് 300 മീറ്റർ അകലെയുള്ള പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടക്കാമെന്ന് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ സഞ്ചാരത്തിന് മാത്രം ഉപയോഗിക്കുന്ന പ്രധാന ഗേറ്റിന് മുന്നിലായിരുന്നു രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടക്കമുള്ള നേതാക്കൾ കുത്തിയിരുന്നത്. നേതാക്കളിരുന്ന സ്ഥലത്തിന് 150 മീറ്റർ മാത്രം അകലെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വസതി. ഇത്രയും സുപ്രധാനമായ സ്ഥലത്ത് കോൺഗ്രസ് നേതാക്കൾ സമരം നടത്താൻ എത്തുമെന്ന് അവസാന നിമിഷം വരെ മാധ്യമങ്ങളടക്കം അറിയാത്തതിനാൽ ആ ഭാഗത്ത് സാധാരണ രീതിയിലുള്ള ഗതാഗതം പോലീസ് അനുവദിച്ചിരുന്നു. കോൺഗ്രസിന്റെ സമരം ജനശ്രദ്ധ നേടിയതോടെ ഇന്ത്യ യോഗത്തിൽ ഇടതു നേതാക്കളടക്കം പരാതി പറഞ്ഞു. തങ്ങളെ സമരത്തിന് ക്ഷണിക്കാത്തത് കോൺഗ്രസിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണെന്ന് P. സന്തോഷ് കുമാർ കുറ്റപ്പെടുത്തി. ഇതിൽ രാഹുൽ ഖേദപ്രകടനവും നടത്തി. പിന്നാലെ ഇന്ത്യ സഖ്യകക്ഷികളോടും MP-മാരോടും അപ്രതീക്ഷിത സമരം ഇനിയും ഉണ്ടാകുമെന്നും തയ്യാറെടുക്കണമെന്നും വിവരം പെട്ടെന്നറിയിക്കുകയാണെന്നും KC വേണുഗോപാൽ ബുധനാഴ്ച വിവരം നൽകി. ഇതിൻ്റെ തുടർച്ചയായിരുന്നു വ്യാഴാഴ്ചത്തെ മിന്നൽ സമരം. വ്യാഴാഴ്ച 6 മണിയോടെ 7 സുനേരി ബാഗിൽ രാഹുലിൻ്റെ വസതിയിൽ എത്താൻ 4 മണിയോടുകൂടിയാണ് നേതാക്കൾക്ക് വേണുഗോപാൽ സന്ദേശം കൈമാറിയത്. ചായ സൽക്കാരമായിരുന്നു എല്ലാവരെയും അറിയിച്ചത്. എല്ലാവരും എത്തിയതിനു ശേഷം ചായയും സ്നാക്സും നൽകി. ഈ സമയം തലസ്ഥാനത്ത് അടിയന്തരാവസ്ഥ സാഹചര്യമാണുള്ളതെന്നും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്നും രാഹുൽ നേതാക്കളോട് പറഞ്ഞു. നേതാക്കളിൽ ചിലർ ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോകണമെന്ന നിർദ്ദേശം വച്ചെങ്കിലും വിദ്യാർത്ഥി സമരത്തെ പിന്തുണയ്ക്കുക എന്ന വിശാലമായ തീരുമാനം മതി എന്ന നില സ്വീകരിച്ചു. CJPയുടെ പേര് പറയാതിരിക്കാനും കോൺഗ്രസ് ശ്രദ്ധിച്ചു. ഇന്ത്യ ഗേറ്റ്, രാജ്
വെടിക്കെട്ട് എന്നീ നിർദ്ദേശങ്ങളായിരുന്നു കോൺഗ്രസ് അധികൃതർക്ക് മുന്നിൽ വെച്ചത്. അതിനാൽ ആ ഭാഗത്ത് പോലീസ് ബന്ദോബസ്ത് ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് അടുത്തു തന്നെയുള്ള ഗാന്ധി സ്മൃതി മണ്ഡപം മതിയെന്ന തീരുമാനം രാഹുൽ എംപിമാരെ അറിയിക്കുന്നത്. ഇക്കാര്യത്തിൽ പക്ഷേ കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ ധാരണയിലെത്തിയിരുന്നു. മഴ വന്നതിനാൽ കുറച്ചുനേരം ഇരുന്ന് 6:45 പുറത്തിറങ്ങിയെങ്കിലും പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതിനാൽ വീണ്ടും 20 മിനിറ്റ് വൈകിയാണ് മാർച്ച് നടത്തിയത്. ദില്ലി PCCക്കും യൂത്ത് കോൺഗ്രസിനും പെട്ടെന്ന് പ്രവർത്തകരെ സജ്ജരാക്കാനും വേണുഗോപാൽ നിർദ്ദേശം നൽകിയിരുന്നു. നൂറുകണക്കിന് പ്രവർത്തകർ കൂടിയുള്ളതിനാൽ ബലപ്രയോഗം പോലീസിന് എളുപ്പമായിരുന്നില്ല. അതിനാൽ ബാരിക്കേഡ് നീക്കാൻ പോലീസ് നിർബന്ധിതരായി. രാഹുലും സംഘവും 3 ബസ്സുകളിലായി സഞ്ചരിച്ച റോഡിലായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിൻ്റെയും വീടുകൾ. ഇവിടെയും പോലീസ് തടഞ്ഞെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ ബലം പ്രയോഗിച്ച് ബാരിക്കേഡുകൾ നീക്കി. ഈ സമരങ്ങളൊന്നും ആഭ്യന്തര വകുപ്പ് അറിഞ്ഞില്ലെന്ന വീഴ്ച ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഗൗരവമായിട്ടാണ് എടുക്കുന്നത്. സാധാരണഗതിയിൽ പ്രതിപക്ഷ പാർട്ടികളൊക്കെ സർക്കാരിൻ്റെ ചാരന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും തന്ത്രപരമായ നീക്കം ചോർത്താൻ ഇൻ്റലിജൻസിനായില്ല. ഇതിൽ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ മറുപടി പറയേണ്ട സാഹചര്യം നിലവിലുണ്ട്. കാരണം രാഹുൽ ഗാന്ധി സമരത്തിനെത്തിയത് പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലാണ്. 3 പതിറ്റാണ്ട് മുമ്പ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ തെരുവിൽ പോലീസിൻ്റെ ലാത്തിച്ചാർജും എല്ലുപൊട്ടുന്ന മർദ്ദനവും ഏറ്റുവാങ്ങിയ ഒരു ABVP വിദ്യാർത്ഥി ഇന്ന് അതേ പ്രശ്നത്തിൻ്റെ പേരിൽ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിചാരണ നേരിടുകയാണ്. അതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നുള്ള രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. 1997 ഒഡീഷയിൽ കോൺഗ്രസ് ഭരണകാലത്ത് ചോദ്യപേപ്പർ ചോർന്നപ്പോൾ അവിടുത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 1500ഓളം വിദ്യാർത്ഥികളെ അണിനിരത്തി സമരം നയിച്ച ABVP ദേശീയ സെക്രട്ടറിയായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. അന്ന് ആ പ്രതിഷേധത്തിന് നേരെ പോലീസ് ക്രൂരമായ ലാത്തിചാർജ് നടത്തുകയും ധർമ്മേന്ദ്ര പ്രധാൻ്റെ എല്ലുകൾക്ക് പൊട്ടലേൽക്കുകയും ചെയ്തിരുന്നു. അന്ന് നടത്തിയ ആ പോരാട്ടം പിന്നീട് ഒഡീഷയിൽ BJPക്ക് സംഘടനാപരമായ അടിത്തറയുണ്ടാക്കുന്നതിൽ കാര്യമായ പങ്കുവഹിച്ചു. ധർമ്മേന്ദ്ര പ്രധാനെ BJP നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നതിലും ആ പോരാട്ടം മുഖ്യ പങ്ക് വഹിച്ചു. ഇന്ന് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലും പരീക്ഷാ ക്രമക്കേടിലും രാജ്യം മുഴുവൻ പ്രതിഷേധമുയരുമ്പോൾ വിചാരണ കൂട്ടിൽ നിൽക്കുന്നത് അതേ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണ്. അന്ന് ചോദ്യപേപ്പർ ചോർച്ചയിൽ സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയ വിദ്യാർത്ഥി നേതാവ് ഇന്ന് നിരന്തരം ചോദ്യപേപ്പറുകൾ ചോരുമ്പോഴും രാജിവെക്കാൻ തയ്യാറാകാതെ മന്ത്രിസഭയിൽ കടിച്ചു തൂങ്ങുന്നു എന്നാണ് ഉയരുന്ന വിമർശനം. അതല്ല, വീഴ്ച സംഭവിച്ചു എന്ന തോന്നലുണ്ടാകാതിരിക്കാൻ BJP സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണെന്നും ആരോപണമുണ്ട്. എന്നാൽ രാജി ആവശ്യത്തിൽ നിന്ന് 1 ഇഞ്ച് പുറകോട്ടില്ലെന്നതാണ് CJPയുടെ നിലപാട്. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ പ്രക്ഷോഭകരെ അനുകൂലിക്കുന്നവരെ സംബന്ധിച്ച് ആശാവഹമായ ചില കാര്യങ്ങളുണ്ട്. രാത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫേസ്ബുക്ക് ലൈവ് ഇടുന്നു. ചോർച്ച നടത്തിയവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. പിന്നാലെ കേന്ദ്രമന്ത്രിമാർ CJP വക്താക്കളുമായി സംസാരിക്കുന്നു. അവരുടെ 3 ആവശ്യങ്ങളിൽ 2 എണ്ണത്തിൽ പരിഹാരം ഉറപ്പു നൽകുന്നു. രാജിക്കാര്യത്തിൽ മാത്രം നാളെ വരെ സമയം ചോദിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലത്തിനിടെ ഒരു പ്രതിഷേധ സമരത്തോട് കേന്ദ്ര സർക്കാർ ഇത്രയും ഉദാര സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. പ്രധാൻ്റെ രാജി, മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം, FIRകൾ പിൻവലിക്കൽ എന്നീ ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയ്ക്കും ജിതേന്ദ്ര സിംഗിനും മുന്നിൽ വച്ചത്. രാജി ഒഴികെ മറ്റു 2 ആവശ്യങ്ങളും പരിഗണിക്കാമെന്നാണ് കേന്ദ്രം അതേ ചർച്ചയിൽ ഉറപ്പ് നൽകിയത്. ഇതിനിടെ പ്രധാൻ രാജിവെക്കില്ലെന്നും അങ്ങനെ ചെയ്യുന്ന പക്ഷം അത് ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാകുമെന്നും കേന്ദ്രം നിലപാടെടുത്തതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇന്നുച്ചയോടെ സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ത് തീരുമാനമായിരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള ധർമ്മേന്ദ്ര പ്രധാൻ്റെ പടിയിറക്കം ആയിരിക്കുമോ എന്നതാണ് നിർണായകം. അങ്ങനെയല്ലെങ്കിൽ തീർത്തും തീക്ഷ്ണമായ സമരവേലിയേറ്റങ്ങൾക്കാകും രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുക എന്നാണ് പ്രക്ഷോഭകർ നൽകുന്ന മുന്നറിയിപ്പ്. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ കേന്ദ്ര സർക്കാർ വൻ അഴിച്ചുപണി നടത്തി. ഇതിൻ്റെ ഭാഗമായി 47 ഉദ്യോഗസ്ഥരെ ഏജൻസിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഏജൻസി രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ അഴിച്ചുപണിയാണിത്. പുറത്താക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചേക്കുമെന്നും സൂചനയുണ്ട്. വ്യക്തികളെ മാറ്റുന്നതിനുപരി സംഘടനയുടെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്താനാണ് കേന്ദ്രത്തിൻ്റെ നീക്കം. പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യതയും സുരക്ഷയും ഉറപ്പാക്കുക എന്നതിനായിരിക്കും പ്രാഥമികമായ മുൻഗണന.
സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതിൻ്റെ തുടർച്ചയായി പുതിയ പരീക്ഷാ സംവിധാനം ഒരുക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഇതനുസരിച്ച് പരീക്ഷ നടത്താൻ പുറം കരാർ നൽകുന്ന രീതിയിൽ മാറ്റങ്ങൾ വരും. ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കാനും പരീക്ഷാ നടത്തിപ്പുകളിലെ പിഴവുകൾ കുറയ്ക്കാനും ഈ മാറ്റങ്ങൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇത് സംബന്ധിച്ച കൂടുതൽ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും. നീറ്റ് UG പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി. നീറ്റ് കൂടാതെ JEE മെയിൻ, CUET തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 20ഓളം ദേശീയതല പരീക്ഷകൾ നടത്തുന്നത് NTA ആണ്. ഒരു മാസത്തിനകം പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നാണ് സൂചന. ഇതും സർക്കാരിനെ സംബന്ധിച്ച് കീഴടങ്ങലായി മാറി. ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുകളും തടയുന്നതിനുള്ള നിയമം ശക്തമാക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാക്കുന്നതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നടത്തിയ വീഡിയോ സന്ദേശത്തിന് പിന്നാലെയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള 2024 നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ പരിഗണിക്കുന്നതിനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥ നിയമത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. അത്തരം കോടതികൾ സ്ഥാപിക്കുന്നതിനായി ഇന്നലെ രാവിലെ തന്നെ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. കേസുകൾ 3 മാസത്തിനകം തീർപ്പാക്കി ശിക്ഷ പ്രഖ്യാപിക്കുന്ന വിധത്തിലായിരിക്കും അതിവേഗ കോടതികളുടെ പ്രവർത്തനം. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്കുള്ള തടവ് ശിക്ഷയും പിഴയും വർദ്ധിപ്പിക്കാനും ദേശീയതലത്തിൽ വ്യവസ്ഥയുണ്ടാക്കാനുമാണ് സൂചന. അത്തരത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് പരമാവധി 10 വർഷം വരെ തടവും പരമാവധി 10 ലക്ഷം രൂപ വരെ പിഴയും നൽകാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. കുറ്റകൃത്യത്തെക്കുറിച്ച് വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന സേവനദാതാക്കൾക്ക് നിലവിലെ നിയമപ്രകാരം 1 കോടി രൂപ വരെ പിഴ ചുമത്താം. സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് 5 മുതൽ 10 വർഷം വരെ തടവും കുറഞ്ഞത് 1 കോടി വരെ പിഴയുമാണ് നിലവിലെ ശിക്ഷ. നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന. ഇത്തരത്തിൽ സർക്കാർ കീഴടങ്ങാൻ കാരണമായത് ഇന്റലിജൻസ് വീഴ്ചയാണെന്ന് മനസ്സിലാക്കുന്നു.